എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീസ് ഫാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തക്കാളിയുടെ തൈ നടുന്നതും അതിൻ്റെ പരിചരണവും വിളവെടുപ്പും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. തക്കാളി തൈ നടുന്നതിന് വേണ്ടി മണൽ അഥവാ ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവ കൂട്ടിച്ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 150 ഗ്രാം കടലക്കൊപ്ര, 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 150 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം കുമ്മായപ്പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ എന്തിലാണോ തൈ നടുന്നത് അതിൽ ആവശ്യത്തിന് മിക്സ് ചെയ്ത മണ്ണ് നിറച്ചതിന് ശേഷം തക്കാളി തൈ അതിൽ നടുക. തൈ നട്ടതിന് ശേഷം ഒരാഴ്ചക്കാലം അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം 1 കപ്പ് ജൈവ സ്ലറി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ജൈവ കീടനാശിനികൾ അടിച്ചു കൊടുത്താൽ കീടാണുക്കളുടെ ആക്രമണത്തിൽ നിന്നും ചെടിയെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ അടങ്ങിയ 2 വസ്തുക്കളാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാരവും. അതിൽ നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു ലിറ്റർ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും 1 ചിരട്ട ചാരവും എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെടിയുടെ ചുവട്ടിൽ മുട്ടാത്ത രീതിയിൽ മണ്ണൽപ്പം മാറ്റിയിട്ട് 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് അല്പം മണ്ണിട്ട് മൂടുക. അടുത്തത് സൂഡോമോണാസ് തക്കാളി ചെടിയിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. സൂഡോമോണാസ് പൗഡറായിട്ടും ലിക്വിഡായിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ചെടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ജൈവ ബാക്ടീരിയയാണ് സൂഡോമോണാസ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൗഡറായിട്ടുള്ള സൂഡോമോണാസ് ആണ്. 20 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ചെടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തെളിയെടുത്ത് ചെടിയുടെ ഇലകളിൽ അടിയിലും മുകളിലും വരത്തക്ക വിധം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ആഴ്ചയിലും 1 ദിവസമെങ്കിലും ഇതുപോലെ ചെയ്താൽ തക്കാളി ചെടികൾ നല്ല ആരോഗ്യത്തോട് വളരുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുമ്മായം കൂടി അതിന് മുകളിൽ വിതറി അതിനു മുകളിൽ കുറച്ച് മണ്ണിട്ട് മൂടി നന്നായി നനച്ചു കൊടുക്കണം. കുമ്മായം ഇട്ട് കൊടുക്കുന്നത് പച്ചക്കറി വേസ്റ്റ് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറുവാനും മണ്ണിൻ്റെ pH ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നന ആവശ്യമുള്ള സമയങ്ങളിൽ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. നല്ല വേനൽക്കാലങ്ങളിൽ മണ്ണിന് മുകളിൽ പുതയിട്ട് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കീടനാശിനികളുടെ പ്രയോഗം കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ബയോസ്ലറി ഒഴിച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും കാണും വരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.